ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് ഐശ്വര്യപൂർണമായിട്ടുള്ള ചിങ്ങം 1 അപ്പം ഞാൻ എല്ലാവർക്കും ചിങ്ങത്തില് എല്ലാവരുടെ വീട്ടിലും ഐശ്വര്യം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ നമ്മൾ അപ്പം ഇന്ന് പോകുന്നത് ഒരു കോവിലാണ്. അപ്പം നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ നോക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അമ്മയും ഞാനും എൻ്റെ അനിയത്തിയും കൂടെയാണ് നടന്നു പോകുന്നത് കോവിലോട്ട്. വളരെ ദൂരമൊന്നുമില്ല, അടുത്ത് തന്നെയാണ് കോവില്. രാവിലെ ഒരു നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, അപ്പം നല്ല രസമുണ്ടായിരുന്നു പോകാനായിട്ട്. അപ്പം നമ്മൾ കോവിലോട്ട് എത്തിയിട്ടുണ്ട്. ഇത് ചന്ദനമാരി അമ്മൻ കോവിലാണ്. ഇവിടെ ചാട്ടാടിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ക്ഷേത്രം തന്നെയാണ്. വരുന്നവരൊക്കെ ഇവിടെ വന്ന് ദർശിച്ചിട്ട് പോകുക. നല്ലൊരു അമ്പലമാണ്. നമ്മൾ തൊഴുത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ തന്നെ അവിടെ ആണെങ്കിൽ പ്രസാദമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പിന്നെ അത് വാങ്ങിച്ചു. ഉണ്ണിക്കുട്ടനും ഒക്കെ കോവിലിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ തീർത്ഥം വാങ്ങിച്ചതിന് ശേഷം നമ്മൾ അവിടുത്തെ ചന്ദനം വാങ്ങിച്ചു. ചിങ്ങം 1 കൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഗണപതി ഹോമം കഴിഞ്ഞതിന് ശേഷം ഉള്ള പ്രസാദം അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ അതും കൂടെ കഴിച്ചു. അതിനുശേഷമാണ് നമ്മൾ അറിഞ്ഞത് അവിടെ പ്രഭാത ഭക്ഷണം കൊടുക്കുന്നു എന്നത്. അങ്ങനെ നമ്മൾ അവിടെ പോയിട്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് എല്ലാവരും. അതിനുശേഷം നമ്മൾ അവിടുത്തെ കാപ്പി എന്താണെന്ന് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി വയ്ക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം രസവട. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റാണ്. ആ രസത്തിൽ കിടന്ന് കുതിർന്ന ആ ഒരു വലിയ രസവടയാണ് എനിക്ക് എടുത്ത് തന്നിട്ടുള്ളായിരുന്നത്. അതിനുശേഷം അടുത്തതായിട്ട് അവിടെ സാമ്പാറായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ സാമ്പാറും കൂടെ വാങ്ങിച്ചു. വെള്ളവും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ കസേരയിൽ പോയിരുന്നിട്ട് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് ആ ഒരു അമ്പലം. ഇതിൽ തന്നെ കുറേ ദേവികളൊക്കെ ഉണ്ട്. ഇവിടെ ഈ ഒരു കോവിൽ വളരെ പ്രശസ്തമായതൊരു ചാട്ടാടിയാണ്. അങ്ങനെ പിന്നെ ഞാനാണെങ്കിൽ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഉണ്ണിക്കുട്ടനെയൊക്കെ വെച്ച് കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. നിങ്ങൾ രാവിലെ കുളിച്ചൊരുങ്ങി കോവിലൊക്കെ പോയി നോക്കണം. ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഫ്രഷ്നെസ് നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പം നമ്മളും അവിടെ ഇങ്ങനെ നല്ലൊരു ഇത് തോന്നി നമുക്കും അവിടെ നിന്നപ്പം. അതിനുശേഷം നമ്മൾ ഇറങ്ങുവാണ് കേട്ടോ. കുറേ നേരം അവിടെ നിന്നു. അതിനുശേഷം നമ്മൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടി നടക്കുവാണ്. ഇപ്പം ടൈം ഏകദേശം ഒരു 7 മണിയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. നമ്മൾ നേരത്തെയാണ് പോയത്. പിന്നെ എൻ്റെ അമ്മാമ്മയും മാമിയും ഉണ്ണിക്കുട്ടനും മണിക്കുട്ടിയും പിന്നെ എൻ്റെ അനിയത്തിയും അമ്മയും ഞാനുമാണ് പോയത്. അപ്പോൾ ക്ലൈമറ്റൊക്കെ മാറി ചെറിയ മഴയൊക്കെ തൂറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വീട്ടിൽ പോകാൻ പോയി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.